ഹായ്, ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫന്റ് കെയർ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ബാഗോ സൂട്ട് കേസോ ഒന്നുമല്ല. ഇത് പെട്ടെന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് കമൻ്റ് ഇടുക. ഇത് ക്രാഡിലാണ്, അതായത് കുഞ്ഞു വാവായെ കിടത്തി ആട്ടി ഉറക്കുന്ന ഹാങ്ങിങ് ക്രാഡിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ക്രാഡില് ഒരു ക്ലോത്ത് ക്രാഡില് ആണെങ്കിലും ഇതിൽ പല ഐറ്റംസ് വരുന്നുണ്ട്. ഒന്നാമത്തത് മെയിനായിട്ടും ഇങ്ങനെ ഒരു ബെഡ് ഉണ്ട്. പിന്നെ ഇത് ഹാങ് ചെയ്യുന്ന ആങ്കർ ഉണ്ട്. ഇതാണ് ക്രാഡിൽ ക്ലോത്ത്. ഈ ക്ലോത്ത് ആണ് നമ്മൾ ഇട്ടിട്ട് ഇതിനുള്ളിലാണ് ഈ ബെഡ് ഇടുന്നത്. പിന്നെ ഫുൾ കവറിങ് ഉള്ള നെറ്റ്, പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയാണ് കണ്ടേ, 2 സ്റ്റാറും ഒരു 3 ഉണ്ട്. ഹാങ്ങിങ് ടോയ് എന്നുവെച്ചാൽ തൊട്ടിലാട്ടി ഉറക്കുമ്പോൾ ഈ ഹാങ്ങിങ് ടോയ് ഇങ്ങനെ ആടും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അവരിത് കണ്ട് കിടന്ന് സുഖമായി ഉറങ്ങും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനു മുന്നേ ഈ ബെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമുക്കിപ്പോൾ ക്രാഡിൽ ക്ലോത്ത് മാത്രം മതിയെങ്കിൽ ഇതിൽ കിടത്തി ഉറക്കാം. പിന്നെ ഈ ബെഡ് ഉള്ളിൽ വെച്ചിട്ടും ഉറക്കാം. 2 രീതിയിൽ യൂസ് ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് ഇത് ക്രാഡിലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഈ ക്രാഡിലിന് ഇങ്ങനെ നമ്മൾ നിവർത്തുമ്പോൾ ഇവിടെ കണ്ടോ, ഇതൊരു സ്റ്റോപ്പർ പോലെ ഒരു പോർഷനാണ്. ഇതാണ് തലയുടെ ഭാഗം വരുന്നത്. അതായത് കുഞ്ഞു വാവ കിടന്നിട്ട് നമ്മൾ ഇച്ചിരി ചെറിയ വാവ അല്ല, ഇച്ചിരിയൊക്കെ ആയിട്ട് ഉള്ള വാവയാണെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് പുറകിലോട്ട് ഇങ്ങനെ തല തെള്ളി ഇങ്ങനെ തെള്ളുന്നയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് ചില കുഞ്ഞുങ്ങൾക്ക്. അപ്പം ബാക്കിലോട്ട് പോകത്തില്ല, എന്ത് ചെയ്താലും ബാക്കിലോട്ട് പോവില്ല. അപ്പം ഇത് ഇങ്ങനെയാണ് ഇത് ഇടുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ആദ്യം പിടിക്കുക. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ആങ്കർ എടുക്കുക. ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തില്ല, ഒരാളുടെ സഹായം കൂടി വേണ്ടി വരും. നമ്മുടെ അടുത്ത് സഹായിയുണ്ട്. ഇങ്ങനെ ഇടുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ തലയുടെ പോർഷൻ. പിന്നെ വരുന്നത് ഈ ബെഡ് കറക്റ്റായിട്ട് കവർ ചെയ്ത് ഇടുക. കണ്ടോ, ഇത് ന്യൂ ബോൺ ബേബി മുതൽ കുറഞ്ഞത് ഒരു 3 years വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിട്ടു. ഇതിൻ്റെ ഉള്ളു കണ്ടോ, ഇതിപ്പോൾ കുഞ്ഞിന് സൈഡ് പില്ലോയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ബെഡൊക്കെ നമുക്ക് വേണമെങ്കിലും എല്ലാം എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പം ബേബി കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ കുഴിഞ്ഞു വരും. കുഞ്ഞിൻ്റെ ഒരു ചെറിയ വെയിറ്റ് കാണുമല്ലോ, അപ്പോൾ അത് സൈഡ് പില്ലോ ആയിട്ട് കുഞ്ഞ് കംഫർട്ടബിളായിട്ട് അതിനുള്ളിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഹാങ്ങിങ് ടോയ് ഇടുന്നത് ഇങ്ങനെയാണ്. ഇത് സിമ്പിളാ. ഇത് കറക്റ്റ് നമ്മളെ ഇഷ്ടത്തിന് സെൻട്രലൈസ് ചെയ്ത് ഇടാം. കണ്ടോ, ഇനിയാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നത്. ഈ നെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ കവറിങ് ആണ്. അതായത്
നെറ്റ് ഇതിൽ യൂസ് ചെയ്യുന്ന എന്തിനാ? കൊതുക് കടിക്കാതിരിക്കാനാണ്. നമ്മൾ ചെറിയ പ്രാണികളും ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റിന്റെ പുറത്ത് എല്ലാം നല്ല ഇതിന്റെ ഓരോ പീസും ഹൈ ക്വാളിറ്റി ആണ്. നെറ്റ് ഇടുന്ന ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നെറ്റ് ഇടുന്ന സമയത്ത് ഈ സിബ് കണ്ടോ, ഈ കുഞ്ഞിനെ നമുക്ക് ഇങ്ങനെ കാണുന്ന പൊസിഷനിന്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഈ നെറ്റ് വരണം, ഈ ഓപ്പണിംഗ് വരണം. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ നെറ്റ് ഇടാൻ. അപ്പൊ അടിക്കൂടെ കവർ ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, അപ്പൊ ആ സിബിന്റെ പോർഷൻ കറക്റ്റ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേബിയെ എടുക്കാനും ഒക്കെ സൗകര്യമാണത്. എന്നിട്ട് മേളില് കെട്ടുക. അപ്പൊ ഇതിലൊരു ആങ്കർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ആട്ടി ഉറക്കാവുന്ന രീതിയാണ്. ഇപ്പൊ ഈ ആങ്കർ ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഹൈറ്റിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. അവരവരുടെ ജനലിന് അനുസൃതമായി വെച്ചാൽ മതി. പിന്നെ ഇതിലും കൂടുതലായിട്ട് ആടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിന്റെ ഈ ആങ്കറിന്റെ മേളിൽ ഒരു സ്പ്രിങ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ആങ്കറിൽ അതിലും കൂടെ ചെറിയൊരു നല്ല ബലമുള്ള നല്ലൊരു റോപ്പ്, ചെറിയൊരു കൊളുത്ത് പോലെ ഇതിനും ഇടയ്ക്ക് കെട്ടിയിട്ടിട്ടാൽ കുറച്ചുകൂടെ ആട്ടം ഫാസ്റ്റ് ആയിരിക്കും. ഇതാണ് സ്പ്രിങ്. അപ്പൊ ഈ സെറ്റിന്റെ കൂടെ നമുക്ക് ഇതിപ്പോ ഡെമോയിൽ ഇട്ടേക്കുന്ന വിൻഡോ ഹാങ്ങർ ഇതിന്റെ കൂടെ ഉള്ളതല്ല, അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാവുന്നതാണ്. ഈ ആങ്കർ ഇതിന്റെ ഒപ്പം ഉള്ളതാണ്. പിന്നെ വേണമെങ്കിൽ സ്പ്രിങ് യൂസ് ചെയ്യാം. സ്പ്രിങ് ചില ആൾക്കാർ പറയും സ്പ്രിങ് യൂസ് ചെയ്യാൻ പാടില്ല, കുഞ്ഞിന് പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇത് നല്ല ബലത്തെ പിടിച്ചാൽ പോലും ഈ സ്പ്രിങ്ങിൽ ഒരു ആക്ഷൻ ഉണ്ടാകത്തില്ല. അത്രയും ക്വാളിറ്റി സ്പ്രിങ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഫുൾ കവർ ചെയ്തു. കണ്ടോ, ബേബിയെ കാണാം. പിന്നെ ഇതിന്റെ താഴെന്ന് നമ്മളിങ്ങനെ നെറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ സൗകര്യമായിരിക്കും. നെറ്റ് ഇടുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെറ്റ് ഇടുമ്പോൾ ഇപ്പൊ ബേബി ഇങ്ങനെ കിടക്കുന്നു, നമുക്ക് കാണാൻ സൗകര്യാർത്ഥം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് കാണാനും എടുക്കാനും ഒക്കെ സൗകര്യമായിരിക്കും. അപ്പൊ ഈ സിബ് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. ഈ സിബ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഒരു ഹാഫിൽ വെച്ചിരുന്നാൽ നമുക്ക് മൊത്തം ഇങ്ങനെ അഴിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ കുഞ്ഞു സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ കുഞ്ഞിന് വാഷബിൾ ഡയപ്പറോ പാമ്പേഴ്സോ അല്ലെങ്കിൽ ഡ്രൈ ഷീറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ബെഡിൽ കിടത്താം. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഇഷ്ടംപോലെ മോഡൽ ക്രാഡിൽസുകൾ, ഹാങ്ങിങ് ക്രാഡിൽ അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. പല കളേഴ്സ് ഉണ്ട്, ഓരോ കളേഴ്സായിട്ട് കാണിക്കാം. അപ്പൊ ഇങ്ങനെ ഹാങ്ങിങ് ക്രാഡിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇത് അഡീഷണൽ വാങ്ങാം. അപ്പൊ ഇങ്ങനെ നെറ്റ് ഇടുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആണ് ഒരു കളർ. ഇതിന്റെ പുറത്ത് നല്ല ഒരു പീച്ച് ഗ്രീൻ ആണ്, അകത്ത് കണ്ടേ ഇങ്ങനെ ഇതിൽ കണ്ടതുപോലെ ഇതിന്റെ ബേസിൽ സ്റ്റാർ കാണുന്ന അതേപോലെ തന്നെ ഇതിനകത്ത് ഡിസൈൻ ഉണ്ട്. ഞാൻ മൊത്തം പുറത്തെടുത്ത് കാണിക്കുന്നില്ല, ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഈ പ്ലെയിൻ കളർ വരുന്നത് എപ്പോഴും മേളിലായിരിക്കും. ഈ മേളിൽ വരുന്ന ഒരു 1/3 പോർഷൻ മാത്രമേ ഉള്ളൂ പ്ലെയിൻ ഡിസൈൻ വരുന്നത്. ഇതാണ് വേറൊരു ഡിസൈൻ. എല്ലാത്തിലും നെറ്റും ക്ലോത്തും ടോയും ആങ്കറും ഉണ്ട്. ഇത് ഒരു ഡാർക്ക് ഗ്രീൻ, അകത്ത് എല്ലാം നല്ല കളേഴ്സ് ആട്ടോ. ഓരോന്നും സെപ്പറേറ്റ് എടുക്കുമ്പോൾ നല്ല കളേഴ്സ് ആണ് എല്ലാം. ഇത് മെറൂണിനകത്ത് ഈ ഡിസൈൻ. പുറത്ത് ബ്ലൂ, ഈ ഡിസൈൻ.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ട്രാവൽ ചെയ്താലും എന്താവശ്യത്തിനായാലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇതിനകത്ത് ബാഗിൽ എടുത്തുകൊണ്ട് പോകാം. പിന്നെ ചിലർക്ക് ഈ വിൻഡോ ആങ്കർ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ റോപ്പ് സംവിധാനം മേളിൽ ഈ ഹൂക്ക് ഉണ്ടല്ലോ. ഇപ്പം സീലിംഗ് ഒക്കെ ചെയ്ത വീടുകളിൽ ഹൂക്ക് കാണാനുള്ള ചാൻസ് കുറവാണ്. ഹൂക്ക് ഇട്ടിട്ട് ഇടാം. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ ഈ ചെറിയ റിങ് ഹൂക്ക് ചെയ്ത് തരുന്നുണ്ട്. അത് പലർക്കും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഹൂക്ക് മേളിൽ ഇട്ട് തരും. അപ്പം നമുക്ക് റോപ്പ് കെട്ടിയിട്ട് പാവായ ഈ തൊട്ടിലിൽ ആട്ടി ഉറക്കാം. അപ്പം അങ്ങനെ സംവിധാനമുണ്ട്. പിന്നെ വേറെ ഒരു അങ്ങനെയും അല്ല, ഈ ആങ്കർ ഈ വിൻഡോ ഹാങ്ങർ ഫിക്സ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് കാണിക്കാം. എന്ത് പറയുന്നത് വിൻഡോ ഹോൾഡറാ. അതായത് നമുക്കിപ്പോൾ വിൻഡോ ഇല്ല, വിൻഡോയിൽ ആ വിൻഡോ ഉണ്ട്, ഈ വിൻഡോ ഹാങ്ങർ ഇടാൻ സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കൂടെ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതിന് വിൻഡോ ഹോൾഡർ എന്നാ പറയുന്നത്. കണ്ടോ, 4 സ്ക്രൂ, ഇത് 4 ഹോളുണ്ട്. ഇത് സിമ്പിളായിട്ട് ചുവരിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണ്ട ഈ വളഞ്ഞിരിക്കുന്ന ഇതിൽ നമുക്ക് ആ വിൻഡോ ഹാങ്ങർ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ചുവരിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം, വെച്ചിട്ട് ഇതിലിടാം. അപ്പോൾ ആ സംവിധാനം ഇല്ലാത്തവർക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇപ്പോൾ ഈ മോഡലിലെ ക്രാഡിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് എല്ലാം സോൾഡ് ഔട്ട് ആയത്. ഇപ്പോൾ ന്യൂ കളക്ഷൻ വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്ത് വാങ്ങാം. നേരിട്ട് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നേരിട്ട് തന്നെ വന്ന് വാങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ കൂടുതൽ മനസ്സിലാകും. എന്നാലും നമ്മൾ മാക്സിമം ഇതിൻ്റെ എല്ലാം പിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രാഡിലിൻ്റെ കളർ ഏതെന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.